ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ഡ്രാഗൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി മൈൻക്രാഫ്റ്റ് സ്പേസ് സീരീസ് പാർട്ട് 1. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം, ഞാൻ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഗായ്സ്, ഈ യൂട്യൂബ് ചാനലിലെ മെയിൻ തീം എന്ന് പറയുന്നത് മൈൻക്രാഫ്റ്റ് ആയിരിക്കും. അപ്പോൾ കേരളത്തിൽ മൈൻക്രാഫ്റ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ കാണും. പക്ഷേ അതെങ്ങനെ കളിക്കേണ്ടതെന്ന് അറിയാത്ത ആരും അതങ്ങനെ കളിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെങ്ങനെ കളിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ് ആസ് എ ടീച്ചർ. അപ്പോൾ ഗായ്സ്, നിങ്ങൾ ഫസ്റ്റ് മൈൻക്രാഫ്റ്റിൽ കയറുമ്പോൾ അടുത്ത എവിടെയെങ്കിലും ലോഗ്, അതായത് ഈ ഓക്കിൻ്റെ തന്നെ ആണോന്നില്ല, ഏത് മരത്തിൻ്റെ വുഡ് ആണെങ്കിലും നിങ്ങളത് കളക്ട് ചെയ്യുക. അതായത് ഇങ്ങനെ പൊട്ടിച്ചാൽ ഇങ്ങനെ പൊട്ടിക്കണം. അതെന്തിനാന്ന് വെച്ചാൽ അതുണ്ടെങ്കിലേ നമ്മുടെ കളി മുന്നോട്ട് പോകത്തുള്ളൂ. ഇങ്ങനെ പൊട്ടിക്കുക. സോറി ഗൈസ്, തുമ്മിതാ. നമ്മൾ ആദ്യമായിട്ട് പൊട്ടിച്ച ബ്ലോക്ക് എന്ത് വേണം, നമ്മളിങ്ങോട്ട് സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ട്, പൂവിൻ്റെ മണ്ടയിലായി പോയി. ആദ്യമേ തന്നെ ഫ്ലോപ്പാണല്ലോ ദൈവമേ. വെച്ചിട്ട് അത് അടയാളപ്പെടുത്താൻ വേറെ ഏതെങ്കിലും ഒരു ബ്ലോക്ക് എടുത്ത് അതിൻ്റെ മണ്ട വെക്കണം. ഇപ്പം നിങ്ങൾ വിചാരിക്കും, ഇത് മറ്റേ ഫേമസ് യൂട്യൂബറിൻ്റെ കയ്യിൽ നിന്നാണ് ഇങ്ങനെ ഒരു കോപ്പി അടിച്ച് ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന്. അല്ല ഗൈസ്, ഞാൻ ഇത് ചെയ്യുന്ന കണ്ടിട്ട് അങ്ങേരാണ് ഇങ്ങനെ ചെയ്തത്. അതായത് ഞാൻ ചെയ്യുന്ന കണ്ട് കോപ്പി അടിച്ചാണ് ഇങ്ങനെ ചെയ്തത്. അതും കൂടെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ലോഗ് പിന്നെയും കളക്ട് ചെയ്യുക. ഒരു ലോഗ് നമ്മളെ ഇത് പോയോണ്ട് ഒരു മരം നമ്മൾ വെട്ടിക്കളയണം, അത്രയേ ഉള്ളൂ. അപ്പോൾ 11 ഇത് ലോഗ് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് അപ്പുറത്ത് ഇതിനകത്ത് പോയിട്ട് 13 കിട്ടിയ. നമുക്ക് ഈ മൈൻക്രാഫ്റ്റ് ഫോട്ടൊക്കെ ഉണ്ടാക്കാം ഗൈസ്. അങ്ങനെ നമുക്ക് ഇതിനകത്ത് പോവാം. ഇതാണ് പിഗ്. അതുകൊണ്ട് ആ രണ്ടെണ്ണം കാണുന്നത് അത് പശു, കൗ. അതുകൊണ്ട് ഷീപ്പ് ഗൈസ്. അതുകൊണ്ട് ആ വെള്ള കോട്ടടിച്ച ഒരുത്തനെ കണ്ടോ, അവനാണ് ഷീപ്പ്. അവനെ നമ്മൾ കൊല്ലണം. എന്തിനാന്ന് വെച്ചാൽ എന്നാലേ നമുക്ക് വൂള് കിട്ടത്തുള്ളൂ. അതുണ്ടെങ്കിൽ നമുക്ക് രാത്രി സ്കിപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താ വെച്ചാൽ അത് വെച്ച് നമുക്ക് ബെഡ് ഉണ്ടാക്കാം. പക്ഷെ ഒരെണ്ണം പോരാ, 3 വേണം. ഇപ്പോൾ 2 ഡ്രോപ്പ് ചെയ്തായിരുന്നെങ്കിൽ, ഒരെണ്ണം ഡ്രോപ്പ് ചെയ്തോളൂ. പിന്നെ ഗൈസ്, നമുക്കല്ലാതെ തന്നെ ഈ ഷീപ്പിനെ കൊല്ലാതെ തന്നെ നമുക്ക് അവരുടെ വൂള് ഒപ്പിക്കാം. പക്ഷെ അതിന് അയൺ വേണം. 2 അയൺ വെച്ച് നമ്മളൊരു ഷിയർ ഉണ്ടാക്കിയാൽ നമുക്ക് അവൻ്റെ വൂള് വെട്ടി അങ്ങ് എടുക്കാം. അങ്ങനെ ഒരു ഷീപ്പും ഇല്ലല്ലേ. എന്തോ പൊഞ്ഞ്. ഈ വരുന്ന ചെറുക്കനെ കണ്ട, ഇതാണ് ഞാൻ മരണം. അത് കുഴപ്പമില്ല, എന്നാലും എൻ്റെ വൂള് പോയല്ലേ. അത് ശരി, മണ്ടത്തരം കാണിച്ച തെങ്ങ് പോയി വീണ്. കണ്ടോ, ഇതെന്തിനാന്നറിയാം ഞാൻ ഇങ്ങനെ ചെയ്തേ. ചത്ത്. ഇനി അങ്ങ് ചാവാം. അവിടെ അയണുണ്ട് കേട്ടോ ഗൈസ്, അവിടെ അയണുണ്ട്. ഞാൻ കണ്ടു. എന്തിനാന്നറിയാം ഞാൻ അങ്ങനെ ചെയ്തേ. ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് നിങ്ങളെ പഠിപ്പിച്ചു തരാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലാതെ ഞാൻ അതുകൊണ്ടാണ് കൃഷി. ഒരെണ്ണം പോയാൽ മറ്റൊരെണ്ണം. 2 ഇല്ല. അങ്ങോട്ട് വേണം. അപ്പോൾ ഭയങ്കര പാടായി. പശു കൈ വെച്ച് ഇടിച്ചു കൊല്ലാൻ ഭയങ്കര പാടല്ലേ. എനിക്ക് ഇത് ഇടിച്ചു കൊല്ലാനും ഇച്ചിരി പാടാം എന്നും പറഞ്ഞ് ഞാൻ കൊല്ലത്തുണ്ട്. 1 ഹിറ്റ്. അല്ല, മറ്റേത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ എന്തോ പറയാന്. എനിക്ക് വിഷമമൊന്നുമില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് തന്നെ. അതങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു തന്നതാണ്, അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല.
ഇവിടെ എവിടെയെങ്കിലും പശു കാണാതിരിക്കുക. പശു ഇതോടെ ചെറിയ ബ്ലോസം. അത് നമുക്ക് എടുക്കണം പോയി. പക്ഷേ 2 ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. പക്ഷെ അത് ഇത്രയേ ഉള്ളൂ. ഇഷ്ടംപോലെ ചെറിയ ബ്ലോസം ഉണ്ട് ഇവിടെ. അത് നമുക്ക് ചിലപ്പോൾ ഭാവിയിൽ ഉപകരിക്കും. നമ്മുടെ വലിയ വലിയ ബിൽഡൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇവിടെയൊക്കെ നല്ല സ്പേസ് ഉണ്ട്. അതുകൊണ്ട് അവിടെ ഒരു പൂളൊക്കെ ഉണ്ട്. ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മറന്നു. നമ്മൾ എന്നാലും അതവിടെ പോയി ഒരു പശുവിനെ കാണിക്കുക. എൻ്റെ മൈൻക്രാഫ്റ്റ് ദൈവമേ. ഇപ്പം എനിക്ക് വേണമെങ്കിൽ ബെഡ് ഉണ്ടാക്കാമായിരുന്നു. ഈ ബെഡ് ഉണ്ടാക്കിയാലേ നമ്മുടെ കളി മുന്നോട്ട് പോകാം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലേ. ശരിയാ. ഇനി നമുക്ക് ഒരു വുഡ് കളക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്പോൺ ആവുമായിരിക്കും. എല്ലാം കൊണ്ട് കളയാം. എന്തോ ചെയ്യാനാന്ന് പറയാം. ഞാൻ അവിടെ ഒരു ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇവിടെ നമുക്ക് ചെറിയ മരങ്ങൾ വെട്ടാം. അപ്പം ഞാനൊരു 20 അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അവിടെ ഷീപ്പെങ്ങാണ് സ്പോൺ ആവുകയാണെങ്കിൽ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ ഗൈസ് ഞാൻ ഫൈനലി ഒരു ആടിനെ കണ്ടുപിടിച്ചു പോകും. ഞാൻ പിന്നെ ഒരു സോഡൊക്കെ ഉണ്ടാക്കി മരം വെച്ചിട്ട് ഇനി നമുക്ക് രാത്രിയായിരിപ്പോൾ ഇല്ലാണോ കൂടെ ഇറങ്ങി വരും. ഞാൻ ടെൻഷനാവുന്നു. അയ്യോ. ഇപ്പോൾ ഗൈസ് എങ്ങനെയാണ് ബെഡ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതാണ് ഇപ്പോൾ ബെഡ്. അപ്പോൾ നമ്മൾ റീസ്പോൺ സെറ്റായി കത്തി നിൽക്കുന്ന സാധനം കണ്ടോ, അതാണ് സോംബി. അപ്പോൾ ഇത് നമ്മളെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ അതിനെ നമ്മളങ്ങ് വെട്ടിക്കളഞ്ഞാൽ അതിന് ഉണ്ട്. അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അതും ചത്ത്. അപ്പോൾ ഗൈസ് അതുകൊണ്ട് ആ പച്ചപ്പിച്ചാടി കണ്ട അതിൻ്റെ അടുത്തൊന്നും പോകരുത്. അത് എറിഞ്ഞ് പൊട്ടിത്തെറിക്കും. ഇത് പൊട്ടി. ഇനി നമുക്ക് ഇവിടുന്ന് അവിടുന്ന് ഇച്ചിരി ഇതെടുക്കാം. എൻ്റെ കയ്യിൽ ഇതില്ല. അപ്പം ഞാൻ അത് കളക്ട് ചെയ്തിട്ട് വിളിക്കാം. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ബെഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചല്ലോ. നാളെ നമുക്ക് ടൂൾസ് ആർമേഴ്സ് ആവണം. ഒന്നേ നമ്മൾ കോപ്പർ ആർമറും ടൂൾസും ആവും, അല്ലെങ്കിൽ ഗോൾഡും ആവും. എന്തായാലും നമ്മളാവും. അപ്പോൾ അതെങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യുന്നതെന്ന് നമുക്ക് നാളെ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ലോങ് ആയി, 7 മിനിറ്റ് കൂടുതലായി ഗൈസ്. ഇപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത കണ്ടന്റുമായിട്ട് കാണാം ഗൈസ്. ടാറ്റാ ബൈ ബൈ.